ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ജർമ്മനിക്ക് തയ്യാറാവുന്ന കൂട്ടുകാർക്കെല്ലാം വളരെ ഇൻഫോർമേറ്റീവായിട്ട് ക്വിക്കായിട്ട് ക്യാപ്സ്യൂൾഡ് രൂപത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജേർണി എന്ന് അറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനകത്ത് 7 സ്റ്റെപ്പുണ്ട്. ഈ പ്രോസസ്സിൽ ഓരോ സ്റ്റെപ്പിനും എത്ര സമയമെടുക്കും, എന്താണ് ആ സ്റ്റെപ്പ് എന്ന് വിവരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, അപ്ലൈയിങ് ടു റൈറ്റ് കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി. ഏകദേശം ഒരാഴ്ച സമയം മതി ഈ ഒരു പ്രോസസ്സിന്. നിങ്ങൾക്ക് ചേരുന്ന കോഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങളുടെ റിസർച്ച് ക്വാളിറ്റിയും അതുപോലെ നിങ്ങൾ സമീപിക്കുന്ന ഒരു ഏജൻറ്റിൻ്റെ നോളജും പോലെ ഇരിക്കും. ഇപ്പോൾ ഹോല വേൾഡ് പോലെ നന്നായി റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഒരാഴ്ച സമയത്തിൽ അധികം വേണ്ട. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കോഴ്സ് റെലവൻസി അനുസരിച്ച് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്. പിന്നെ ജർമ്മനിയിലെ പ്രൊഫഷൻസ് ഇൻ ഡിമാൻഡ്, സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന പ്രൊഫഷൻസ് ഇൻ ഡിമാൻഡ് മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിന് അനുസരിച്ച് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സേഫാണ്. കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ ആ രാജ്യത്ത് ചാൻസോ ഓപ്പർച്യൂണിറ്റിയോ ഉള്ളതും അവർ ഗവേഷണം ചെയ്യുന്നതുമായ സബ്ജക്ട്സിൽ പഠിച്ചാലാണ് നമുക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പിടിക്കാൻ പറ്റുക, അല്ലേ? അപ്പോൾ കെട്ടിപ്പടുക്കാൻ പറ്റുക. അപ്പോൾ തീർച്ചയായും അതെന്താണെന്ന് നോക്കുക. അടുത്തത് QS ടൈംസ് വെബോമെട്രിക്സ് റാങ്കിങ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ റിവ്യൂസ് ഒക്കെ നോക്കുക. ഹോല വേൾഡിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് QS റാങ്കിങ് ആണ്. QS റാങ്കിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 2025 നമ്മളിപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 2025 തന്നെ വീഡിയോ QS റാങ്കിങ് ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ വേൾഡിലെ ടോപ്പ് 1000 യൂണിവേഴ്സിറ്റീസാണ് അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കാം. ഇനി നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെയാണ് നോക്കുന്നതെങ്കിൽ വെബോമെട്രിക്സ് നോക്കിയാൽ മതി. അതിനകത്താകുമ്പോൾ എല്ലാ ലിസ്റ്റിങ്ങും ഉണ്ടാവും. യൂണിവേഴ്സിറ്റിയും കോളേജും എല്ലാം അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ QS റാങ്കിങ്ങിൻ്റെ ലിസ്റ്റ് നോക്കുക. അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സേഫാണ്. 500 താഴെയൊക്കെയാണ്, സൂപ്പറാണെന്ന് ഞാൻ പറയും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത് പോലെ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നോക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ QS സബ്ജക്റ്റ് വൈസ് റാങ്കിങ്ങും QS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേഴ്സിംഗ് ആണെങ്കിൽ നേഴ്സിങ്ങിൻ്റെ ഒരു വർഷം പിന്നിലത്തേതായിരിക്കും. ഇപ്പോൾ 2025 2024 നേഴ്സിങ്ങിൻ്റെ ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ടീച്ചിങ്, ആർട്സ് ആണെങ്കിൽ അത്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അത്, കമ്പ്യൂട്ടർ ആണെങ്കിൽ അത്, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത്, അങ്ങനെ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് റാങ്ക് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സ് കേട്ടോ. അപ്പോൾ അത് നോക്കുക. പിന്നെ കോഴ്സ് മോഡ്യൂൾസ് വായിച്ച് നോക്കുക. എപ്പോഴും നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് അയച്ചു തരുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ സിലബസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും ഏജൻറ്റിന് ഒരു കുട്ടിക്ക് അത് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനായിട്ടാണ് ഈ ഒരാഴ്ച സമയം. പിന്നെ കോഴ്സിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടോ, അത് വീണ്ടും ഒരു നല്ല ഏജൻ്റ് ആണെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് ജർമ്മനിയിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ചുമ്മാ കാർഡടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് മാർക്ക് അനുസരിച്ച് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ള പ്രീവിയസ് ഡേറ്റ കളക്ട് ചെയ്യുന്നൊരു ഏജൻസി ആണെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു 4 ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഔട്ട്കം കിട്ടും. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇടുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ ഏജൻസികൾ കളക്ട് ചെയ്യും. അപ്പം നമ്മൾ ഹോല വേൾഡിൽ വിശ്വസിക്കുന്ന ഒരു 4 ആപ്ലിക്കേഷൻ ഇട്ടാൽ മതി, അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഏജൻസീസ് റെസ്പോൺസിബിലിറ്റി ടു പുട്ട് മോർ ആൻഡ് മോർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള 4 യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യും. നോർമലി ഏജൻസികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി. പിന്നെ ഇയർ ഗ്യാപ്പിനെ പറ്റി നിങ്ങൾ നോക്കണം. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ ഇയർ ഗ്യാപ്പ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ജനറലി ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാം +2 കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സിന് പോകുന്നവർക്ക് 2 to 3 years ഓഫ് ഗ്യാപ്പാണ് നോക്കുന്നത്. മാസ്റ്റേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് കൂടിയാലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. വർക്ക് എക്സ്പീരിയൻസോ ഇൻറ്റേൺഷിപ്പോ ട്രെയിനിങ്ങോ വോളണ്ടിയർഷിപ്പോ ഒക്കെ ആണെന്ന് നമുക്ക് കാണിച്ച് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോകുന്നവർക്ക് ഗ്യാപ്പ് കുറച്ചുകൂടെ കൂട്ടാം. നോർമലി 2 to 3 years, കാരണം ജർമ്മൻ പഠിക്കാനൊക്കെ സമയം എടുക്കുമല്ലോ, അല്ലേ? പിന്നെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ഡാഡ് എന്ന് പറയുന്ന സൈറ്റിൽ വഴി മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഓരോന്നിനും അതിൻ്റേതായ പോർട്ടലും സംവിധാനങ്ങളും ഉണ്ട്. അത് ഏജൻസികൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അടുത്തത് നമ്മൾ 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്കാണെങ്കിൽ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ 1 year മാസ്റ്റേഴ്സിന് ജർമ്മനിയിൽ എലിജിബിൾ ആണ്. 3 years അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 2 year മാസ്റ്റേഴ്സിന് എലിജിബിൾ ആണ്. 3+1 or 2 or 3 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 year മാസ്റ്റേഴ്സിന് എലിജിബിൾ ആണ്. ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഒരാഴ്ചക്കകത്ത് ആപ്ലിക്കേഷൻ ഇടാം. ഇതാണ് സ്റ്റേജ് 1.
കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് സ്റ്റേജ്? റിസീവിങ് എ കണ്ടീഷണൽ ഓഫർ ലെറ്റർ. ഇതിന് സാധാരണ 2 മുതൽ 4 ആഴ്ച വരെയാണ് സമയം എടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ പറയും ചിലപ്പോൾ അത് IELTS ആവാം, ഇൻ്റർവ്യൂസ് ആവാം, അതർ ഡോക്യുമെൻറ്റ്സ്, ഫീ പേയ്മെൻറ്റ് പാർഷ്യലായിട്ട് പറയാറുണ്ട്. ഇതൊക്കെയാണ് കണ്ടീഷണൽ ഓഫർ ലെറ്ററിൽ പറയാറുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം അയച്ച് ചിലപ്പോൾ ഫുൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ പറയും പാർഷ്യൽ ഫീസ് ആയിരിക്കും. അപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്താൽ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ലെറ്റർ കിട്ടും. അതിന് 1 ആഴ്ച മുതൽ 4 ആഴ്ച വരെയാണ് അതിനെടുക്കുന്ന സമയം. നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതും പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ക്രിയേറ്റിംഗ് എ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫറിങ് ലിവിങ് എക്സ്പെൻസ് ഇൻ ടു ദാറ്റ് അക്കൗണ്ട്. അപ്പോൾ ജർമ്മനിയിൽ സ്റ്റുഡൻറ്റിൻ്റെ നെയിമിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതായത് ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്തിടാനാണ്. 11,904 യൂറോസാണ്. അത് ഏകദേശം 10.8 ലക്ഷം രൂപ വരും കേട്ടോ. അപ്പോൾ ഇത് ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് വീതിച്ച് റിലീസ് ചെയ്യും ഫോർ ആൻ ഇയർ. 992 യൂറോ പെർ മന്ത് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് നിങ്ങൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്തിടുന്നത്. ഇനി ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഫിൻറ്റിബ, കൊറാക്കിൾ ഓർ എക്സ്പാട്രിയോ എന്ന് പറഞ്ഞ 3 ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഫോർമാറ്റ്സിലാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന. ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക, അതിനുശേഷം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഈ എമൗണ്ടിന് മച്യൂരിറ്റി ഒന്നും ആവശ്യമില്ല, സോഴ്സ് ഓർ എനി അതർ ഇൻകമോ ഒന്നും ആവശ്യമില്ല, വെറുതെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇപ്പോൾ റെസിപ്റ്റ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക, വേണം, അത് മാൻഡേറ്ററി ആണ്. ആ റെസിപ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകും. ഇനി 5ാമത്തെ സ്റ്റെപ്പ് APS അസസ്മെൻ്റ് ആണ്. ഇതിന് 2 ആഴ്ച മുതൽ 4 മാസം വരെ സമയം എടുക്കും. ഇപ്പോൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഏജൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ APS അസസ്മെൻറ്റ് പാരലലി ചെയ്യും. അത് സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി ജർമ്മൻ എംബസി ഓഫീസ് ഇന്ത്യയിൽ അറ്റസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് നമുക്ക് ഇപ്പോഴും കാലഹരണപ്പെട്ട രീതിയാണ് തുടരുന്നത് എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. അത് നമുക്ക് പോസ്റ്റായിട്ട് അയച്ച് അവിടുന്ന് അപ്രൂവൽ കിട്ടി. ഏകദേശം 18,000 രൂപയാണ് ഈ ഒരു പ്രോസസ്സിന്. ഇപ്പോൾ നമുക്കറിയാം ഈ പേപ്പറായിട്ടുള്ള വർക്കൊക്കെ ആവുന്ന സമയം കൂടുതലെടുക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് കാലേക്കൂട്ടി നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്യണം. നമ്മൾ ഓസ്ട്രേലിയക്ക് GS പ്രോസസ്സ് ചെയ്യുന്ന പോലെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് എത്തുമ്പം തന്നെ നമ്മൾ ഈ പരിപാടി ചെയ്തു വെക്കും. ഇറ്റ് വിൽ ടേക്ക് 2 to 4 months, 2 weeks to 4 months ആണ് ഇതിനെടുക്കുന്ന സമയം. അപ്പോൾ അടുത്തതായി 6ാമത്തെ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 3 മാസം എടുക്കും ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. VFS അപ്പോയിൻമെൻറ്റ് സെൻറ്റേഴ്സിൽ പോയാണ് നമ്മൾ ഈ സ്റ്റുഡൻറ്റ് വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചിൻ, ട്രിവാൻഡ്രം, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ, ഡൽഹി ആൻഡ് മോർ അതേഴ്സ് ഉണ്ട്. 3 മാസം സമയം എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ ഇതിന് സ്ലോട്ട്സ് കിട്ടാൻ പാടാണ് ഈ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാനായിട്ട്. അപ്പോൾ കാലേക്കൂട്ടി നമ്മൾ പ്രീ ബുക്ക് ചെയ്തിടാനും പറ്റും വിസയുടെ അപ്പോയിൻമെൻറ്റ്സ്. അപ്പോൾ അതൊക്കെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏജൻസിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ അവർ പാരലലി ചെയ്തു വെക്കും. 2 ആഴ്ച സമയം എടുക്കും ഈ നമുക്ക് സ്ലോട്ട്സ് റിസീവ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാലേക്കൂട്ടി നേരത്തെ ആപ്ലിക്കേഷൻ ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. പ്രീ ബുക്ക് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു വിൽ കംപ്ലീറ്റ് ദ ഫർദർ പ്രോസസ് ബിഫോർ ദ അലോക്കേറ്റഡ് പ്രീ ബുക്ക് ഡേറ്റ്. അപ്പോൾ അത് ഇൻ്റലിജൻ്റായിട്ട് നിങ്ങൾ പ്ലേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മെഡിക്കലും PCCയും ആവശ്യമില്ല എന്നുള്ളതാണ്. പോലീസ് ചെക്കും മെഡിക്കലും ആവശ്യമില്ല. ബട്ട് നീഡ് ടു പർച്ചേസ് എ ഹെൽത്ത് ഇൻഷുറൻസ്. മിനിമം 3 മാസത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റുഡൻറ്റ് വിസയുടെ ക്രൈറ്റീരിയ. വിസ ആപ്ലിക്കേഷൻ ഫീ 75 യൂറോയേ വരുന്നുള്ളൂ. അപ്പോൾ അത് വളരെ കുറവാണ്. ആൻഡ് നിങ്ങളൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ഡാഡിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ഇതൊക്കെയാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സും. 7ാമത്തെ സ്റ്റെപ്പ് ഏറ്റവും ഈസിയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പറക്കുക ജർമ്മനിയിലേക്ക് ആൻഡ് എൻറോൾ ഇൻ യൂണിവേഴ്സിറ്റി. വൺസ് യു ലാൻഡ് ഇൻ ജർമ്മനി ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഈസ് എൻറോൾ ഇൻ യുവർ പ്രോഗ്രാം ഇൻ ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി പോയി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 7 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം എത്രയാണ് നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ടൈം ഡ്യൂറേഷൻ. അപ്പം ഓരോ പ്രൊഫൈലും ഡിഫറൻ്റ് ആണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ജർമ്മനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക ടു സർവൈവ് ഇൻ ജർമ്മനി. അപ്പോൾ ഇംഗ്ലീഷ് ടോട്ട് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ ജർമ്മൻ ഭാഷ അത്യാവശ്യമല്ല. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ജർമ്മൻ ഭാഷ നിങ്ങൾക്കറിയാമെന്നുള്ളത് നിങ്ങളുടെ റെസ്യൂമേനെ, നിങ്ങളുടെ പ്രൊഫൈലിനെയും കൂടുതൽ എൻഹാൻസ് ചെയ്യും, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും അവർക്ക് നിങ്ങളെ എടുക്കാനായിട്ട്. അപ്പോൾ അതിനൊരു B2 ലെവൽ ഓഫ് എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസസ് ടു ഗെറ്റ് ഇൻ എ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി വിൽ ബി ഫാർ ഹയർ. അത് നിങ്ങളുടെ ഒരു എലിജിബിലിറ്റിയെ കാണിക്കുകയാണ്. ജർമ്മനിക്ക് ആവശ്യം ജർമ്മൻ അറിയാവുന്നവരെയാണ്. അപ്പം നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിക്കാം,
ഇത് മാൻഡേറ്ററി അല്ലെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ നോളജ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് സ്മൂത്ത് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെന്ന് അറിയാൻ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ജർമ്മനിയെപ്പറ്റി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിവിടെ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്കിവിടെ കമൻറ്റിലിടാം. അതുപോലെ എൻ്റെ ജർമ്മനി എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് അവിടെ തന്നെ പ്രീവിയസ്ലി ജർമ്മനി പോയ കുട്ടികൾ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരുടെയും ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഹോല വേൾഡ് വഴി വരുവോ വരാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ജർമ്മനി ഗ്രൂപ്പിൽ കയറാൻ മറക്കരുത്. അതുപോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ ജർമ്മനിക്ക് വേണ്ടി എടുക്കുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കുക. അതുപോലെ നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിങ്ങൾ പഠിക്കുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പേര് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് നല്ല ഒരു പ്രചോദനമായിരിക്കും. നല്ല ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണും വരേക്കും. ദിസ് ഇസ് ജസ്മൈൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.